പാലക്കാട് സ്വാമി ഉൾപ്പെടെയുള്ളവര്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കും ജനങ്ങൾക്കും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സെഷൻ എന്തായാലും എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്താണ് വരുന്നത്. എന്തായാലും നമ്മുടെ ഒരു ഇന്ററാക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പൊ അടുത്തായിട്ട് കേരളത്തില് വനവന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ജീവികളിൽ ഒന്നായിട്ട് ഇപ്പൊ കടുവ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എലിഫന്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെപ്പേഡ്, കാട്ടുപന്നി, മയില്, ഇത്തരത്തിലുള്ള പല ജീവികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയണ്ണാൻ, കുരങ്ങുണ്ട്, ബോണറ്റ് മക്കാക്ക എന്ന് പറയുന്ന. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പൊ ടൈഗർ, ഇപ്പൊ അവസാനം നമ്മൾ അറിഞ്ഞൊരു കരുവാരക്കുണ്ട് റേഞ്ചില് മലപ്പുറത്തെ അവിടെയൊക്കെ ഒരു ടൈഗറിന്റെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതിയുടെ ഒരു വിഷയമുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ടൈഗർ കൺസർവേഷൻ, എന്താണ് അതിന്റെ ഒരു യഥാർത്ഥ ലക്ഷ്യം? ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രാജ്യത്തിന്റെ ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജന്തു സസ്യ വൈവിധ്യം. അപ്പോ അതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്തു സസ്യ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഫുഡ് ചെയിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സസ്യങ്ങൾ മാത്രമോ കുറച്ച് ജന്തുക്കൾ മാത്രമോ ആയിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. ഒരു എക്സിസ്റ്റൻസ് അല്ല, ഒരു കോ എക്സിസ്റ്റൻസ് ആണ് ഈ ഭൂമിയുടെ ഒരു ബാലൻസിൽ നിൽക്കുന്നത്. അപ്പോ മാത്രമല്ല, നല്ല മഴക്കാടുള്ള, എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയുടെയും ഒരു ഷോക്കേസ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതിൽ തന്നെ മരുഭൂമിയുണ്ട്, മഴക്കാടുണ്ട്, ഐലൻഡിൽ എന്താ പറയാ ലക്ഷദ്വീപ് പോലുള്ള സാൻഡ് ഡ്യൂസ് ഉള്ള ഭൂപ്രകൃതികളുണ്ട്, മഴക്കാടും ദ്വീപും കൂടി വരുന്ന ആൻഡമാൻ നിക്കോബർ പോലുള്ള സ്ഥലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള മഞ്ഞ് സമതലങ്ങൾ, മഞ്ഞ് പ്രദേശങ്ങളുണ്ട്, ഹിമപ്രദേശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭൂവിഭാഗങ്ങൾ, ആവാസ വ്യവസ്ഥകൾ ഒരു രാജ്യത്തിലുള്ള തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അത് ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു എന്താ പറയാ കെടുപ്പ്, അതായത് മൊത്തം നമ്മുടെ ഒരു ഗ്ലോബില് ഇന്ത്യയുടെ ഒരു കെടുപ്പ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്തുള്ള ആ ഒരു പൊസിഷൻ തന്നെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. എന്ന് വെച്ചാൽ ജൈവവൈവിധ്യം കൂടുതൽ ഉള്ള ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അനുഗ്രഹമായിരുന്നു കുറച്ച് കാലഘട്ടം മുന്നേ വരെ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് ശേഷം ഈ ഒരു അനുഗ്രഹം നമുക്ക് പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2021 IPCC ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. IPCC റിപ്പോർട്ട് പറയുന്നത് ഈ ലോകത്ത് കാടുകൾ നിലനിൽക്കുന്നത് സമ്പത്തില്ലാത്ത രാജ്യങ്ങളിലാണ്, ഇന്ത്യ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലാണ്. വികസിച്ചു കഴിഞ്ഞ രാജ്യങ്ങളിലെ ബയോഡൈവേഴ്സിറ്റിയും കാടും ഒക്കെ തന്നെ നാമാവശേഷമായി കഴിഞ്ഞു. അപ്പോ ദാരിദ്ര്യം അനുഭവിക്കുന്ന, പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലെ അവശേഷിക്കുന്ന കാടാണ് ഈ ഭൂമിയിലെ ആഗോളതാപനം ഇത്രയും പ്രശ്നത്തിലേക്ക് പോയിട്ടും കാലാവസ്ഥയെ വല്ലാത്ത രീതിയിൽ മാറ്റാതെ പിടിച്ചു നിർത്തി ഈ ഭൂമിയിൽ ജീവനെ പിടിച്ചു നിർത്തുന്നത് ഇവിടെ ബാക്കി നിൽക്കുന്ന ഈ പച്ചപ്പാണ് എന്നൊരു ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിന്റെ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കടുവകൾക്ക് എന്താണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രാധാന്യം, കടുവകളുടെ റോള് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ എപ്പോഴും ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഒരു എന്താ പറയാ പ്രകൃതി സംരക്ഷണം കാണുന്ന ഒരു രാജ്യമാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ അന്നേരം ഒരു സ്ലൈഡിലേക്ക് പോവാം. എല്ലാവരും ഗ്രാഫ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രാഫ് കാണുന്നുണ്ടോ എല്ലാവരും? ഈ ഒരു ഓക്കെ.
ഇത് അതായത് ഒരു 17-18 സെഞ്ചുറികളുടെ സമയത്ത് ലോകത്തിലെ മൊത്തം കടുവ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,20,000 അടുത്തായിരുന്നു ലോകത്തിലെ മൊത്തം ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആ സമയത്ത് ഏകദേശം 40,000-ഓളം ടൈഗർ സ്പീഷീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഗ്രാഫ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 965 നിന്ന് 2015 വരുമ്പോൾ അതിന്റെ ഒരു ഡിക്ലൈൻ, ഒരു ഫേസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഏകദേശം 970 വരുമ്പോൾ 1,20,000 എന്ന് പറഞ്ഞൊരു വേൾഡ് ഓവർ പോപ്പുലേഷൻ ടൈഗറിൽ നിന്ന് അത് ഏകദേശം ഒരു 40,000 ചുരുങ്ങുന്നുണ്ട്. ഈ ഒരു വലിയൊരു ഡിക്ലൈനോടൊപ്പം തന്നെ ഏകദേശം ഒരു 4 സ്പീഷീസോളം ടൈഗർ ഈ ഭൂമുഖത്ത് തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് പോയൊരു കാര്യവും നമുക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 990-കൾ, അതുപോലെ 985, 980, 970 കാലഘട്ടത്തിൽ ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ ബാലി ടൈഗർ, അതുപോലെ കാസ്പിയൻ ടൈഗർ, ജാവൻ ടൈഗർ, സൗത്ത് ചൈന ടൈഗർ, ഇത്തരത്തിലുള്ള 4 ടൈഗർ പോപ്പുലേഷൻസ് ആണ് ഈ ഭൂമുഖത്ത് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. അപ്പൊ ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മളെ ഒരു ചിന്തയില് ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ കാർണിവോർ ആണ്. ടൈഗറിനെ ശരിക്കും എക്കോളജിയിൽ പറയാം ഒരു അംബർല സ്പീഷീസ് എന്നാണ് ടൈഗറിനെ ശരിക്കും എക്കോളജിയിൽ പറയാം. അതായത് ഈ അടുത്ത് ഗുജറാത്തിൽ കൻഹ ടൈഗർ റിസർവില് നടത്തിയൊരു പഠനത്തില് ടൈഗറിനെ അവര് തിരിച്ചുകൊണ്ട്, ഈ നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കിയ പ്രൊജക്ട് ടൈഗർ വഴി അവര് ടൈഗറിനെ തിരിച്ചു കൊണ്ടുവന്നത് വഴി അവിടുത്തെ മൊത്തം ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു റീസ്റ്റോറേഷൻ ആണ് അവിടെ സംഭവിച്ചത്. അതായത് അവിടുത്തെ പുതിയ പുതിയ ഉറവകൾ ഉണ്ടാവാൻ തുടങ്ങി, നദികൾ ഉണ്ടാവാൻ തുടങ്ങി, ആ കാടിന്റെ മൊത്തം ഒരു ക്വാളിറ്റി തന്നെ വർദ്ധിച്ചു. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ടൈഗർ റിസർവുകളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ടൈഗർ. ഇത് ഈ കണ്ടത് ഞാൻ തെറ്റി പറഞ്ഞാണ്. ഇതാണ് സുമാത്രൻ ടൈഗർ, ഇതാണ് നമ്മുടെ ബംഗാൾ ടൈഗർ, ഇത് സൗത്ത് ചൈന ടൈഗർ ആണ്, ഇത് മലയൻ ടൈഗർ ആണ്, ഇതാണ് സൈബീരിയൻ ടൈഗർ, ഇതാണ് ഇൻഡോ ചൈനീസ് ടൈഗർ, ഇതാണ് ബാലി ടൈഗർ, ഇതാണ് കാസ്പിയൻ ടൈഗർ എന്ന് പറയുന്ന ഒരു ടൈഗർ പോപ്പുലേഷൻ. അപ്പൊ ഇത്രയ്ക്കും പോപ്പുലേഷൻ ടൈഗർ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ഹിസ്റ്റോറിക് ടൈമില് ടൈഗറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹിസ്റ്റോറിക് ടൈമിലുള്ള, അതായത് 17-18 സെഞ്ചുറികളിലെ ഈ ഓറഞ്ച് കളറിൽ കാണിക്കുന്നതാണ് മൊത്തം ടൈഗറിന്റെ ഒരു പോപ്പുലേഷൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൈഗറിന്റെ ഒറിജിനായിട്ട് കാണുന്നത് ഒരു ഏഷ്യൻ റീജിയൻ തന്നെയാണ്. ഈ ഏഷ്യൻ റീജിയനിൽ നിന്നാണ് പിന്നെ ടൈഗറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ കാണുന്ന ചൈന, മലയൻ, സൈബീരിയൻ, ഇൻഡോ ചൈന, ബാലി, കാസ്പിയൻ മേഖലകളിലേക്ക് ഇവിടെ നിന്നാണ് അത് വ്യാപിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ കാരണം അത് പ്രത്യേക സ്പീഷീസുകളായിട്ട് അവിടെ ജീവിക്കുകയും അതൊരു വേറൊരു സബ് സ്പീഷീസ് ലെവലിലേക്ക്, സ്പീഷീസ് അല്ല സബ് സ്പീഷീസ് ആയിട്ട് അവിടെ മാറുകയും ചെയ്തു. അപ്പോ ഇപ്പോ അതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ കാണിക്കുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് റേഞ്ച് ആണ്. ഇപ്പോ എത്രമാത്രം കടുവകൾ എവിടെയൊക്കെ അവശേഷിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാവുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനെ ടൈഗറിനെ സംരക്ഷിക്കാം. നമ്മുടെ ടോപ്പിക്കിൽ പറയുന്നത് പോലെ തന്നെ ഈ വരകൾക്കും അപ്പുറത്ത്, ഈ സ്ട്രൈപ്പിനും അപ്പുറത്ത് എന്ത് ഇമ്പോർട്ടൻസ് ആണ് കടുവയ്ക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ആവാസ വ്യവസ്ഥയെ മൊത്തം താങ്ങി നിർത്തുന്ന ഒരു അംബർല സ്പീഷീസ് ആണ് ടൈഗർ എന്നാണ് നമുക്ക് എക്കോളജിയിൽ പറയാൻ പറ്റുക. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒറ്റൊരു കാര്യം പറഞ്ഞാൽ മതി. ഒരു ടൈഗർ എപ്പോഴും ഒരു ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും അവസാനം പരിണമിച്ചുണ്ടായ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ക്ലൈമാക്സ് പോപ്പുലേഷൻ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് എവല്യൂഷനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ടായ ഒരു ജീവിയാണ്. അപ്പോൾ ഒരു ടൈഗർ ഒരു കാട്ടിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 125-നും 150-നും ഇടയ്ക്ക് മാൻ വർഗങ്ങൾ ആ കാട്ടിൽ വേണം. ആരോഗ്യപരമായിട്ടുള്ള ഒരു ടൈഗറിന്റെ നിലനിൽപ്പിന് ഏകദേശം 125-നും 150-നും ഇടയ്ക്കുള്ള മാൻ വർഗങ്ങൾ, പ്രത്യേകിച്ചും ടൈഗറിന്റെ ഏറ്റവും ഇന്ത്യൻ ടൈഗറിന്റെ ഒക്കെ ബംഗാൾ ടൈഗറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ ടിയർ എന്ന് പറയുന്ന മാനാണ്. പക്ഷെ ടൈഗറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ടൈഗർ ഏതൊരു കാലാവസ്ഥയിലും ജീവിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സുന്ദർബൻ ഡെൽറ്റയിലുള്ള, ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബൻ ഡെൽറ്റയിലുള്ള നരഭോജികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടായിരിക്കും. അവർ ജീവിക്കുന്നത് വെള്ളത്തിൽ നിൽക്കുന്ന കണ്ടൽ കാട്ടിലാണ്. അവർ മീൻ പിടിച്ചും ചെറിയ ജീവികളെ പിടിച്ചും അതിനെ ജീവിക്കാൻ പറ്റും. വലിയ ജീവികളെ മാത്രമല്ല. അതുകൊണ്ടാണ് സിംഹത്തിനെ അപേക്ഷിച്ച് ടൈഗറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടാൻ കാരണം. ഭയങ്കര അഡാപ്റ്റബിലിറ്റി ഒരു ജീവിയാണ് ടൈഗർ. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഏകദേശം 150-നടുത്ത് മാനുണ്ടെങ്കിൽ ഒരു ടൈഗറിന് ഒരു കാട്ടിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആ ഫുഡ് ചെയിന്റെ ഒന്ന് താഴോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 150 മാനുകൾക്ക് ഒരു കാട്ടിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ പുല്ല് ആയിട്ടുള്ള അവർക്ക് കഴിക്കാനുള്ള ഒരു എമൗണ്ട് അവിടെ വേണം. അപ്പൊ അത്രയും അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം, ഒരു ഫുഡ്, അതായത് ഒരു പുല്ലും മറ്റു ചെടികളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കും ആരോഗ്യപരമായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച ഒരു ഫുഡ് ചെയിനിലേക്ക് ഈ ഒരു കൺസെപ്റ്റിനെ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എമൗണ്ട് ഓഫ് പുല്ല്, പുൽച്ചാടി, എന്താ പറയാ, തവള, പാമ്പ്, അങ്ങനെ ക്രമാനുഗതമായിട്ട് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ പോലെ വളരെ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ട് പോകുന്ന ഈ ഒരു കണക്ഷനിലെ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ഒരു ജീവി ടൈഗർ. അപ്പൊ ഒരു ടൈഗർ ഒരു കാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാട് സമ്പുഷ്ടമാണ്, സെൽഫ് സഫിഷ്യന്റ് ആണെന്നാണ് അർത്ഥം. ഞങ്ങള് പക്ഷിപാതാളം ട്രക്കിങ്ങിന് പോയൊരു സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു കർണാടക ബോർഡറിന്റെ കുറച്ച് ഉള്ളിലേക്ക് പോകണം, സാധാരണക്കാർക്ക് അവിടെ എത്താൻ പറ്റില്ല. അവിടെ ഒരു കാട്ടുനായുടെ ഒരു പ്രതിഷ്ഠ നമ്മൾ കണ്ടിരുന്നു, ഒരു അമ്പലമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പണ്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആരാധിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ കാട്ടുനായ എന്ന് പറഞ്ഞ ഒരു കാവ്. അപ്പൊ അവര് തന്നെ പറഞ്ഞ കാരണം, ഒന്ന് അവർക്ക് ഏറ്റവും ഭയമുള്ള ജീവി കാട്ടുനായായിരുന്നു, രണ്ട് കൃഷിയെ ആശ്രയിച്ചായിരുന്നു ആ തലമുറ ജീവിച്ചിരുന്നത്. അപ്പൊ ഈ കാവേരി നദി ഉത്ഭവിക്കുന്ന ഈ തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കാവുള്ളത്. ഏറ്റവും മുകളിലാണ്, നമ്മളിപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അതിന്റെ മുകളിലാണ് കാട്ടിൽ. അപ്പൊ അവിടെയുള്ള വലിയ പുൽമേടുകളിലെ പെയ്യുന്ന മഴയാണ് അവിടുത്തെ ഉറവകളായി വന്ന് ഈ കാവേരി നദിയുടെ ഉത്ഭവത്തിന് കാരണമാകുന്നത്. അപ്പോ മാൻവർഗത്തിന്റെ എണ്ണത്തെ ക്രമാനുഗതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ പച്ചപ്പിനെ, പ്രത്യേകിച്ച് ഈ വെള്ളം എന്താ പറയാ താഴേക്ക് പതുക്കെ പതുക്കെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള പുൽമേടുകളുടെ വേഗത്തിലുള്ള നാശം സംഭവിക്കുകയും ഉറവകളുടെ എന്താ പറയാ ഉത്ഭവം തന്നെ ഇല്ലാതാവുകയും നദി തന്നെ വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോ അത്തരത്തില് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിലെ ഓരോ കണ്ണികളും. അപ്പൊ അത്തരത്തില് മൊത്തം ഈ ആവാസ വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ടൈഗർ. അതുകൊണ്ട് തന്നെ ടൈഗറിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഈ മൊത്തം ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നുകൊണ്ടാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടൈഗർ കൺസർവേഷനെ ഒരു പ്രധാനമായിട്ടും ഒരു നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം ഈ ടൈഗർ പോപ്പുലേഷന്റെ ഒരു ഡിക്ലൈനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏകദേശം ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡിക്ലൈൻ ഉണ്ടായി കഴിഞ്ഞത്. 1970 എത്തിയപ്പോഴേക്കും മൊത്തം വേൾഡ് ടൈഗർ പോപ്പുലേഷൻ അവിടെ കാണിക്കുന്നത്. വേൾഡ് ടൈഗർ പോപ്പുലേഷൻ 1,20,000 നിന്ന് 40,000 താഴേക്ക് വന്നു. അതിൽ തന്നെ ഏകദേശം
14,000-ഓളം ടൈഗർ ഇന്ത്യയിലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും അത് താഴേക്ക് പോയി 2,000-അടുത്തേക്ക് പോയി അതിന്റെ എണ്ണം. അപ്പോഴാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1973 കടുവ സംരക്ഷണ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്ത്. അതിന് പ്രധാനമായിട്ടും ഉള്ളൊരു കാരണം ഈ കടുവയുടെ വൻ വേഗത്തിലുള്ളൊരു നാശം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്പീഷീസ് ഓഫ് കടുവകളെ അപ്രത്യക്ഷമാക്കിയിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ഈ ഒരു പ്രൊജക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കടുവയുടെ എണ്ണം ഒരു 10 കൊല്ലത്തിനുള്ളിൽ, ഒരു 80കളിലേക്ക് എത്തുമ്പോഴേക്കും നാമാവശേഷമായേനെ. അപ്പോൾ ആ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു കൺസർവേഷനിലേക്ക് നമ്മൾ വന്നത്. അപ്പോ ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വാട്ടറാണ് ഒരു സമൂഹത്തിന്, ജലം. ഇപ്പൊ നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ് വാട്ടർ ടവർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. ഇത്രയും നദികൾ ഉത്ഭവിക്കുന്ന നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള നിലനിൽപ്പ്, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജീവി അത് ആ ഒരു കാട്ടിലെ അപ്പെക്സ് ആയിട്ടുള്ള പ്രൊഡക്ടറാണ്. കാരണം ഈ ഒരു ജീവി ഇല്ലാന്ന് വിചാരിക്കും. ഈ ഒരു ജീവി ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ പ്രധാനമായിട്ടും അത് അതിന്റെ താഴേക്കുള്ള ജീവികളുടെ, അതിന്റെ ഇരകളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുകയും അതുവഴി അവിടുത്തെ ഗ്രീനറീസ്, അവിടുത്തെ വെജിറ്റേഷൻസിനെ സാരമായിട്ട് അവർ തിന്നു തീർക്കുകയും അത് മുഖേന പല രീതിയിലുള്ള ഒരു ക്വാളിറ്റി താഴ്ചയിലേക്ക് ക്വാളിറ്റി ഇല്ലായ്മയിലേക്ക് കാട് പോകുകയും ഇതുവഴി എന്താ പറയാ നദികളുടെ ഉത്ഭവം തന്നെ അത് ബാധിക്കും. കാരണം നമ്മുടെ വനം നമുക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമഘട്ടം നമുക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇന്റർസെപ്ഷൻ ആണ്, രണ്ട് ഇൻഫിൽട്രേഷൻ ആണ്. ഇപ്പൊ തന്നെ നമ്മുടെ കാടിന്റെ ക്വാളിറ്റിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ തന്നെ കടുവകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതായത് ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് കാർബൺ എമിഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ കാർബൺ എമിഷൻ കൂടിയ ആവാസ വ്യവസ്ഥയെ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളുടെ എണ്ണമാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാന പങ്ക് അധിനിവേശ ചെടികൾക്കാണ്. ഈ അധിനിവേശ സസ്യങ്ങൾ അഥവാ ഇൻവേസീവ് പ്ലാന്റുകൾക്ക്, എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകളാണവ. വേറെ രാജ്യത്തു നിന്ന് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിപ്പെട്ട ചെടികളാണവ. ഈ ഒരു ചെടികളുടെ ഒരു വരവ് കാരണം ഹെർബിവോറസിനെ, സസ്യാഹാരികൾക്ക് കഴിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഫുഡ് കാട്ടിലില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇംബാലൻസ് ആണ്. അപ്പോ ഒരു രാജഭരണ കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയുടെ ഒരു അവസ്ഥ, ആ സമയത്ത് പ്രധാനമായിട്ടും കടുവകൾ വേട്ടയാടപ്പെട്ടിരുന്നത് അതിന്റെ എപ്പോഴും കടുവയെ വേട്ടയാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൈഡ് ആയിട്ട് കരുതിയിരുന്നതാണ്. ഒരു പുരുഷത്വത്തിന്റെ പ്രതീകമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കറേജിന്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. മാത്രമല്ല അന്ന് കാലത്തുള്ള രാജാക്കന്മാര് അവരുടെ കൊട്ടാരങ്ങൾ അലങ്കരിക്കാൻ കാർപ്പറ്റായിട്ട് കൂടി പോലും ഇതിന്റെ തൊലി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ഇതിനെ ഇല്ലാത്ത പല ഔഷധ ഗുണങ്ങളും ആരോപിക്കപ്പെട്ട് ഇതിന്റെ മൊത്തം ഭാഗം, അതുകൊണ്ട് തന്നെ വാക്കിംഗ് ഗോൾഡ് എന്നാണ് കടുവ അറിയപ്പെടുക. അപ്പോൾ പല ചൈനീസ് അടക്കമുള്ള മെഡിസിനിലേക്ക് ഈ കടുവയുടെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് വയാഗ്ര പോലുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ പാർട്സുകൾ പോയിരുന്നു. അത്തരത്തില് ഒരു വേട്ടയാടൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടി ഇതില് വളരെ തോതിലുള്ള വർധനമാണ് പിന്നീട് സംഭവിച്ചത്. അവർ ഒരു ഗെയിമിംഗ് റിസർവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ അവരുണ്ടാക്കി. അതായത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്ക് പോലുള്ള പുതിയ ആയുധങ്ങൾ എന്ന നേരത്തെ അത് വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ പിടിക്കാൻ പറ്റും. അപ്പൊ ഒരു ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ ഗെയിമായിട്ട് അവർ കണ്ട് അവരും ഈ ഒരു ഇതിന്റെ ഒരു ഡിക്ലൈനിലേക്ക്, അവരുടെ ഒരു ഹണ്ടിങ് ഗെയിമുകളുടെ ഒരു രൂപീകരണം മൂലം ഇതിന്റെ ഡിക്ലൈൻ വളരെ വളരെ വേഗത്തിലായിക്കൊണ്ടിരുന്നു. മറുവശത്ത് അവര് നമ്മുടെ കാട്ടിൽ നിന്നുള്ള നല്ല തടി ഉൽപ്പന്നങ്ങൾ, റിസോഴ്സുകൾ അവരുടെ കപ്പൽ നിർമ്മാണത്തിനും മറ്റുമായിട്ടുള്ള റിസോഴ്സുകളെ കൊണ്ടുപോകുന്നു. മറുവശത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാട്ടിലേക്ക് ഏകവിള പ്ലാന്റേഷനുകളുടെ ഒരു വ്യാപനം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു വനനശീകരണം ഉണ്ടായ ഒരു സമയം. ആ ഒരു സമയത്തിലാണ് ഇത്തരത്തിൽ
കടുവയുടെ പോപ്പുലേഷൻ താഴേക്ക് വന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിൽ പല രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും സെൻട്രൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഈ ഒരു പ്രൊജക്ട് ടൈഗറായിട്ട് നമ്മൾ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാനും, കാരണം അവർക്കൊക്കെ ഒരു ഭയമാണ് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരുടെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അറിവ് പകർന്നുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെയാണ് ഒരു പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഉണ്ടായ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് അവർക്ക് കണ്ടു തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട് കിടക്കുന്ന കാട്ടിലൊക്കെ തന്നെ പച്ചപ്പിന്റെ അംശം കൂടാൻ തുടങ്ങി, അതിന്റെ ഒരു ക്വാളിറ്റി കൂടാൻ തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുവയുടെ ഒരു വരവോട് കൂടിയിട്ട് തന്നെ അത്തരത്തിൽ ഉള്ള പ്രധാനമായിട്ടുള്ള സസ്യവാഹാരികളുടെ ജീവികളുടെ എണ്ണത്തെ നിയന്ത്രണം വരാൻ തുടങ്ങി. ഒപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള പുല്ലുകൾ വളരാൻ തുടങ്ങി. ഇതിൽ പെയ്യുന്ന മഴ കൃത്യമായിട്ട് പെയ്യുന്ന മഴ ഒലിച്ചു പോകും. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ആ മഴ ഒറ്റയടിക്ക് ആ വെള്ളം ഒരു വയലിൽ നിന്ന് ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ സൈക്കിൾ നമുക്ക് കിട്ടില്ല. കാരണം പെയ്യുന്ന മഴ വളരെ പതുക്കെ അതിന്റെ മണ്ണിലേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് പോയി ഉറവകളായി അങ്ങനെ പല കൈവഴികളായി വരുന്ന ഒരു പുഴയുടെ ഉത്ഭവത്തിലൂടെ മാത്രമേ നമുക്കൊരു ത്രൂ ഔട്ട് ഒരു ഇയറിൽ വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പൊ കേരളത്തിന്റെ ഒക്കെ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഇടുക്കി മലനിരകളിൽ നിന്ന് ഏകദേശം ഒരു 22 മണിക്കൂർ കൊണ്ട് ഒരു മഴവെള്ളം നമ്മുടെ അറബിക്കടലിലെത്തും. അതേസമയം അവിടെ ഒരു ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആ വെള്ളത്തെ തടയുകയും അതിനാണ് പറയാ ഇന്റർസെപ്ഷൻ. അത് ഒപ്പം തന്നെ താഴെയുള്ള ഈ പുല്ലുകള് അതിനെ ഉള്ളിലേക്ക് ഇറക്കുകയും മണ്ണിനുള്ളിലേക്ക് ഇറക്കുകയും അതിനെ പറഞ്ഞ ഇൻഫിൽട്രേഷൻ. ഈ ഇന്റർസെപ്ഷനും ഇൻഫിൽട്രേഷനാണ് വനത്തിന്റെ ഏറ്റവും പ്രധാന ഗുണം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ രണ്ട് പ്രോസസ്സും നമ്മുടെ ജലത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. ഈ രണ്ടും രീതിയിലേക്കും ഒരു ദൗത്യം ചെയ്യാൻ കാടിനെ ശക്തമാക്കണമെങ്കിൽ അവിടെ അതിന്റെ ഒരു ബാലൻസ് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഒരു ടൈഗർ റിസർവിന്റെ ഒരു പ്രധാന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ അഡ്മിനിസ്ട്രേഷൻ പ്രകൃതിക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ടൈഗർ റിസർവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഒരു ടൈഗറുള്ള ഒരു കാട് എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഒരു കാടായിരിക്കും. അവിടെ ടൈഗർ അപ്പെക്സ് പ്രേഡറായിട്ട് നിൽക്കുന്നു. അതിന്റെ താഴെ ഹെർബിവോറസിന്റെ എണ്ണത്തെ കൺട്രോൾ ചെയ്യാൻ ടൈഗർ ഉണ്ട്, സപ്പോർട്ടിംഗ് ആയിട്ട് ലെപ്പേർഡ്സ് ഉണ്ട്, ഡോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാവുന്നു. ഒപ്പം അതിന്റെ താഴേക്ക് വരുന്ന എല്ലാ ഫുഡ് ചെയിനും കറക്റ്റ് വെൽ ബാലൻസ്ഡ് വെൽ മെയിൻറ്റഡ് ആയിരിക്കും. അപ്പൊ പ്രകൃതിയെ അതിന്റെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ടൈഗർ കൺസർവേഷൻ അല്ലെങ്കിൽ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. മാത്രമല്ല മൊത്തം നമ്മുടെ വേൾഡിന്റെ തന്നെ ഒരു GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 50% പ്രകൃതിയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, നശിപ്പിക്കപ്പെടാത്ത പശ്ചിമഘട്ടത്തിന്റെ മലകൾ കുറച്ചുകൂടി ശക്തമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലോ മറ്റു പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോ ആ ഒരു കൺസെപ്റ്റിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റുകൾ ചെയ്യണത്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ക്യാരക്ടർ, ഒരു ടൈഗറിന്റെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ടൈഗർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനിമലാണ്. ഇപ്പോ നമ്മള് ഇപ്പൊ ഈ അടുത്തുണ്ടായ കുറെ പ്രശ്നങ്ങൾ ടൈഗറായിട്ട് ബന്ധപ്പെട്ട ചില നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടു. അതിനൊരു പ്രധാന കാരണം കോവിഡിന്റെ സമയത്ത് ഈ കാടിനോട് ചേർന്നുള്ള ചില എസ്റ്റേറ്റുകളൊക്കെ തന്നെ അബാൻഡൻഡ് ആയിട്ട് കിടന്നിരുന്നു. അതായത് അവിടെ കാട് വെട്ടാതെ കിടന്നിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം ടൈഗർ, പ്രത്യേകിച്ച് റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ടൈഗർ ഉൾപ്പെടെയുള്ള എല്ലാ ടൈഗറും
രാത്രിയിൽ ആക്റ്റീവ് ആവുന്ന ജീവികളാണ്. അതിന്റെ പ്രധാന കാരണം അവയുടെ ഇരകളും രാത്രിയിലാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോ അതൊരു വശം. രണ്ടാമത്തെ കാര്യം, ഈ ടൈഗറിനെ ഒരു നമുക്കറിയാം, ഒരു ടെറിട്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ശരിക്കും ടൈഗറിന്റെ ടെറിട്ടറി ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു 25-നും 30-നും സ്ക്വയർ കിലോമീറ്റർ ആണ്. പക്ഷെ ശരിക്കും ഒരു ടൈഗറിന്റെ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു 10 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 10 കിലോമീറ്റർ, ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു ടെറിട്ടറിയാണ് ശരിക്കും അതിന്റെ ഒരു റിയൽ ഐഡിയൽ ടെറിട്ടറി എന്ന് പറയുന്നത്. ഒരു 100 കിലോമീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ പല രീതിയിലുള്ള അതിന്റെ ഹാബിറ്റേറ്റ് ലോസ്, അതായത് അല്ലെങ്കിൽ ഹാബിറ്റേറ്റ് കൺവെർഷൻ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഫോറസ്റ്റ്, അർബനൈസേഷൻ, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കാടിനെ ചുരുക്കിയപ്പോ പ്രധാനമായിട്ടും നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ എന്ത് ചെയ്യും, ടൈഗറും ആവാണ് അതിന്റെ എന്താ പറയാ ടെറിട്ടറി ചുരുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു 30-നും ഒരു 25-നും 30-നും ഇടയ്ക്ക് ഇന്നത് മാറിയിട്ടുള്ളത്. പക്ഷെ വയനാടൊക്കെ അതിനേക്കാൾ ചെറിയ ടെറിട്ടറികൾ നമ്മൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അപ്പൊ രാത്രി ആക്റ്റീവ് ആവുന്ന ഒരു ജീവിയാണ് ടൈഗർ. പക്ഷെ പകൽ സമയത്തും നമ്മൾ ടൈഗർ ശരിക്കും റോന്ത് ചുറ്റിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണെങ്കിൽ ഈ ടൈഗർ പകൽ സമയത്ത് അതിന്റെ ടെറിട്ടറിയിൽ ശരിക്കും ഒരു പെട്രോളിംഗ് നടത്താറുണ്ട്. ശരിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 2 ലക്ഷ്യമാണ് ആ ടൈഗറിന്റെ യാത്രക്കുള്ളത്. പകലുള്ള യാത്ര, ഇപ്പോ വിശന്നിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് ഇര പിടിക്കാൻ പോകും. പക്ഷെ ഒരു ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ പകൽ സമയത്ത് നടത്തുന്ന ഈ പെട്രോളിങ്ങിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിന്റെ ടെറിട്ടറിയുടെ ഒരു സംരക്ഷണമാണ്. അതായത് ഈ ടൈഗർ ഒരു ഇത്ര സ്ക്വയർ കിലോമീറ്റർ, ഒരു 30 സ്ക്വയർ കിലോമീറ്റർ അതിന്റെ ടെറിട്ടറി ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മാർക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ഇത് മരത്തുമ്മേലുള്ള ചില നഖം കൊണ്ടുള്ള വരകൾ ഉണ്ടായിരിക്കും, ചില മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിലത്ത് കാലുകൊണ്ട് മാർക്ക് ചെയ്യും. അതിനെ സ്ക്രാച്ച് എന്ന് പറയും, സ്ക്രാപ്പ് എന്ന് പറയും. നിലത്ത് വയ്ക്കുന്നതിനെ സ്ക്രാപ്പ് എന്ന് പറയും. യൂറിനേറ്റ് ചെയ്ത് വെക്കും. അതിന്റെ സ്കാറ്റ് എന്ന് പറയുന്ന അതിട്ട് വെക്കും. ഇത്തരത്തിൽ പല രീതിയിൽ അതിന്റെ ടെറിട്ടറി മാർക്ക് ചെയ്ത് വെക്കും. ഈ ടെറിട്ടറിയിലേക്ക് മറ്റൊരു ടൈഗർ എൻക്രോച്ച്മെന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നറിയാനാണ് അത് പകൽ സമയത്തുള്ള യാത്രയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതെങ്ങനെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗറിന് അതിന്റെ ബോഡി ഒരു സ്മെല്ലുണ്ട്, ഫിറോമോൺ പോലത്തെ സ്മെല്ല് കൊണ്ട് മറ്റൊരു ടൈഗറിന്റെ സ്മെല്ല് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവന്റെ യൂറിനേഷനിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ രീതിയിലൊക്കെ അത് നമുക്ക് ആ ടൈഗർ മനസ്സിലാക്കും. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം ടെറിട്ടറി മെയിൻ്റെനൻസ് ആണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇരകളാക്കുന്ന ജീവികളുടെ സഞ്ചാരപഥം നോക്കി വെക്കാൻ എന്നുള്ളതാണ്. ഇപ്പൊ മാൻ വർഗത്തിലുള്ളതും കാട്ടുപോത്ത് പോലുള്ള ജീവികൾ, പുള്ളിമാൻ പോലുള്ള അവന്റെ ഇരയായ ജീവികൾ അതിന്റെ കാൽപ്പാടുകൾ നോക്കി ആ ജീവികൾ എവിടെയാണുള്ളത്, ആ ജീവികൾ രാത്രി കാണാൻ സാധ്യത എവിടെയായിരിക്കും എന്നൊക്കെ അവൻ വാച്ച് ചെയ്യുന്ന ഒരു പെട്രോളിംഗ് കൂടി ലക്ഷ്യം കൂടി ഉണ്ട് ഈ പകലത്തെ സഞ്ചാരത്തിൽ. സാധാരണഗതിയിൽ അവർ ശാന്തരായിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കാറാണ് പതിവ് ഈ ഒരു യാത്രയ്ക്ക് ശേഷം പകൽ സമയങ്ങളിൽ. രാത്രി സമയത്താണ് ഇവർ പ്രധാനമായിട്ടും ഇര പിടിക്കാൻ ഇറങ്ങുന്നത്. ടൈഗറിന്റെ ഒരു പ്രത്യേകത, ടൈഗർ നമ്മുടെ ലെപ്പേർഡിന്റെ പോലെ ഒരു ജീവിയല്ല. വളരെ ഹെവി ആയിട്ടുള്ള ഒരു 338 കിലോ വരെ വെയിറ്റ് വരാൻ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഓടി പിടിക്കുന്ന രീതിയല്ല ടൈഗറിനെ. ടൈഗർ പതിയിരുന്ന് ചാടി ഇരയുടെ മേത്ത് വന്ന് അതിന്റെ കഴുത്തിൽ കടിച്ച് അതിനെ ചോക്ക് ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്ന് കഴിക്കുന്ന ഒരു രീതിയാണ്. ഒപ്പം തന്നെ ലെപ്പേർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൈഗർ അതിന്റെ എന്താ പറയാ കാലിന്റെ കാഫ് മസിൽസ് ഒക്കെയാണ് ആദ്യം കഴിച്ചു തുടങ്ങുക. പക്ഷെ ലെപ്പേർഡ് അങ്ങനെയല്ല. ലെപ്പേർഡ് ഇപ്പൊ ഒരു പശുവിനെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ആ പശുവിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അകിട്, അതുപോലെ തന്നെ അതിന്റെ ബാക്ക് പോർഷൻ, ഇവിടെ നിന്നാണ് ഇത് കഴിച്ചു തുടങ്ങുക. പിന്നെ അത് മൊത്തം കഴിക്കും. അല്ലെങ്കിൽ അതിനെ എടുത്ത് മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും ലെപ്പേർഡ്. ടൈഗർ അങ്ങനെയല്ല ചെയ്യാം. ടൈഗർ ശരിക്കും പറഞ്ഞാൽ ടൈഗർ ഒരു കുക്കിംഗ് പോലത്തെ ഒരു പ്രോസസ് ഉണ്ട്. ടൈഗർ ഇരയിൽ ചാടി വന്ന് പിടിച്ചതിന് ശേഷം അതിന്റെ മസിൽ പോർഷൻസ് ആണ് ആദ്യം കഴിക്കുക. അതിനുശേഷം അതിന്റെ വിശപ്പ് അകറ്റിയതിനു ശേഷം അതിനെ അവിടെ തന്നെ ഇടാണ് പതിവ്. ചിലപ്പോൾ ഇല കൊണ്ടോ മണ്ണുകൊണ്ടൊക്കെ ഒന്ന് മാന്തി ഇടാം അതിന്റെ മുകളിലേക്ക്. എന്നിട്ട് അതിനെ കാണാവുന്ന ഒരു പരിധിയിൽ ടൈഗർ ഇരിക്കും. അത് ഒരു പ്രോട്ടീനായി മാറുന്ന ഒരു പ്രോസസ്സാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 1-2 ദിവസത്തിന് ശേഷം ആയിരിക്കും പിന്നെ അത് കഴിച്ചു തുടങ്ങും. അപ്പോഴേക്കും ഇത് കുറച്ച് ഒന്ന് അഴുകി ഒരു അതിന്റെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ വിട്ട് ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ അത് കഴിക്കുന്ന രീതിയാണ് ടൈഗറിന്റെ രീതി. ലെപ്പേർഡ് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ
ഇതാണ് അതിന്റെ ഒരു ഇര പിടിക്കുന്ന ഒരു പ്രത്യേകത. അധികം അത് ഓടില്ല, പക്ഷെ ഓടാനേ കപ്പാസിറ്റി ഉള്ള ഒരു ജീവി തന്നെയാണ് ടൈഗർ. പിന്നെ ഒരു ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം ടൈഗറിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ അവന്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് അവൻ തന്നെയാണ്. കാരണം അറിയാലോ, മെയിൽ ടൈഗർ അതിന്റെ കുട്ടിയെ തന്നെ കടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ടൈഗറിൽ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫീമെയിൽസും മെയിൽസും തമ്മിലൊരു വ്യത്യാസം, സ്വതമേ ഒരു ക്യാരക്ടർ വൈസ് മെയിൽസ് കുറച്ചുകൂടി ഫീമെയിൽസിനേക്കാൾ അപേക്ഷിച്ച് ശാന്തരായിരിക്കും. മാത്രമല്ല ഇത് ലയണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വളരെ സോളിറ്ററി ആയിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ജീവികളാണ്. മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും. നമ്മൾ ഗ്രൂപ്പുകൾ അപൂർവമായിട്ട് ചില പറമ്പിക്കുളത്തൊക്കെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് ഒരു ബാച്ചിലർ ഹെഡ് ആണോ എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അല്ലാത്ത പക്ഷം ടൈഗർ സോളിറ്ററി ആയിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ജീവികളാണ്. അവര് മേറ്റിങ്ങിന്റെ സമയത്ത് മുരൾച്ചകളും അലർച്ചകളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഫീമെയിൽസ് മെയിൽസിനെ അട്രാക്ട് ചെയ്യുക, അവിടേക്ക് വരികയും ഒരു മീറ്റിംഗ് നടക്കാണ് ചെയ്യുക. അപ്പൊ ഒരു ഫീമെയിൽസിന്റെ അടുത്തേക്ക് 2 മെയിൽസ് വന്നാൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു വശം. അപ്പോ ഈ രണ്ടാമത് ഈ പെൺകടവുകൾ സാധാരണ രീതിയിൽ അഗ്രസീവ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു ദൗത്യം അവർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അവര് വളരെ അഗ്രസീവായിട്ട് ഇര പിടിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടർ ആ സമയത്ത് കാണിക്കാറുണ്ട്. മെയിൽസ് അവരിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ശാന്തരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ കുട്ടികളെ നോക്കുന്ന ഉത്തരവാദിത്വം ഫീമെയിൽസിനായിരിക്കും. അപ്പോ ഈ കുട്ടികള് ഒരു വളർച്ച എത്തിയ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇതിൽ നിന്ന് വിട്ടുപോയി അവരവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറി അവര് മാർക്ക് ചെയ്യാണ്. ഈ ഒരു ടെറിട്ടറി ചിലപ്പോ ഒരു മെയിലിന്റെ ടെറിട്ടറിയുടെ ഉള്ളിലായിരിക്കാം, മറ്റൊരു ഫീമെയിലിന്റെ ടെറിട്ടറിയുടെ ഉള്ളിലായിരിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഈ മെയിൽസോ ഫീമെയിൽസോ ഈ കുട്ടികളെ ആക്രമിക്കുന്നത്. സ്വന്തം കുട്ടികളെ ഒരു ഫീമെയിൽ ആക്രമിക്കില്ല, പക്ഷെ മറ്റൊരു ഫീമെയിലിന്റെ ടെറിട്ടറിയിലേക്ക് പോകുകയാണെങ്കിൽ അത് ആക്രമിക്കും. അപ്പൊ കാടിന്റെ വ്യാപ്തി കുറയുന്നതുകൊണ്ട് തന്നെ അത് കടുവകളെ ബാധിക്കുന്നത് ഈ ഒരു രീതിയിൽ കൂടിയാണ്. കാരണം അവരുടെ ടെറിട്ടറി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവർക്ക് ടെറിട്ടറിയുമായി മേയ്ക്കാനുള്ള ഒരു വ്യാപ്തി കാടില്ലാത്തതുകൊണ്ട് വളർന്ന കുട്ടികൾ, അതായത് ഒരു അഡൽട്ട് ആവുന്ന ഒരു കുട്ടി, അഡോളസൻസിക്ക് ആവുന്ന ഒരു കുട്ടി ഇതിന്റെ ഉള്ളിൽ തന്നെ ടെറിട്ടറി ഉണ്ടാക്കാൻ നിർബന്ധിതരാകുന്നു. അല്ലാത്ത പക്ഷം അവരെന്താ ചെയ്യുക? അവരൊരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഒരു മെയിലിന്റെ അറ്റാക്കിന്റെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി അവര് പുറത്തേക്ക് ചില യാത്രകൾ നടത്തും. അതിന് പ്രധാന കാരണം അതിലേക്ക് അവരെ അട്രാക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാന വനത്തിനോട് ചേർന്ന് കാണുന്ന മെയിൻ്റനൻസ് ഇല്ലാത്ത, കൃത്യമായിട്ട് അടിക്കാടുകൾ വെട്ടി സൂക്ഷിക്കാത്ത, കൃത്യം